മലയാളികളുടെ പ്രിയതാരം മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളുടെ പുത്തൻ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രതീക്ഷ ഉയർത്തുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാന്റെ അപ്ഡേറ്റ് ആയിരുന്നു. മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ ഒരു ലുക്ക് പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. അതോടൊപ്പം മോഹൻലാലിന്റെ 360ാമത് ചിത്രമായ L360യുടെ ലൊക്കേഷനിൽ നിന്നുള്ള രസകരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ ഒരു വീഡിയോ സംവിധായകൻ തരുൺ മൂർത്തിയും പുറത്തുവിട്ടു. ഇതിന്റെ പേര് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ പുറത്തുവിടും എന്നായിരുന്നു ആരാധകർ കരുതിയിരുന്നത്. എന്നാൽ അത് ഉണ്ടായില്ല. അതേസമയം മലയാളത്തിന് പുറമെ തെലുങ്കിൽ നിന്നും ആരാധകരെ ആവേശത്തിലാക്കി മറ്റൊരു അപ്ഡേറ്റ് പുറത്തു വന്നു. മോഹൻലാലിന്റെ തെലുങ്ക് ചിത്രം കണ്ണപ്പയുടെ പോസ്റ്റർ ആയിരുന്നു അത്. മുകേഷ് കുമാർ സിംഗ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ സർപ്രൈസ് പോസ്റ്റർ പുറത്തിറക്കി സിനിമയുടെ അണിയറ പ്രവർത്തകർ ഞെട്ടിച്ചു. മോഹൻലാലിന്റെ ഫോട്ടോയ്ക്കൊപ്പം പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ളതായിരുന്നു പോസ്റ്റർ. ബാക്ക്ഗ്രൗണ്ടിൽ അമ്പും വില്ലും രുദ്രാക്ഷവും ഏന്തു നിൽക്കുന്ന ഒരാളെയും കാണാം. അത് മോഹൻലാൽ കഥാപാത്രമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ ഇത് മോഹൻലാലിന്റെ കഥാപാത്രം തന്നെ ആണ് എന്നാണ് ആരാധകർ പറയുന്നത്. അതേസമയം ചിത്രത്തിന്റെ ടീസർ ആവശ്യപ്പെട്ട് ഒരുപാട് പേർ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം 13-ന് ടീസർ റിലീസ് ചെയ്യുമെന്നാണ് വിവരം. 100 കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം 1976-ൽ റിലീസ് ചെയ്ത തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയുടെ ട്രിബ്യൂട്ടായിട്ടാണ് ഒരുങ്ങുന്നത്. പ്രഭാസ്, അക്ഷയ് കുമാർ, ശരത് കുമാർ തുടങ്ങി വൻ താരനിരയും മോഹൻലാലിനൊപ്പം കണ്ണപ്പയിൽ എത്തുന്നുണ്ട്. മണി ശർമ്മയും മലയാളത്തിന്റെ സ്റ്റീഫൻ ദേവസിയുമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള 24 ഫ്രെയിംസ് ഫാക്ടറി, AVA എന്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് നിർമ്മാണം. ആന്ധ്ര, ഹൈദരാബാദ് എന്നിവിടങ്ങളിലായാണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്ക് അരങ്ങേറ്റം കൂടിയാണ് ഈ ചിത്രം. സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.